വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ഒരു കിഡിലായിട്ടാണ് അത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പോളയുടെയൊക്കെ ഒരു ഇതിൽ നമുക്ക് പെടുത്താം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്കൊരു തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങയാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതൊന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ ഡാർക്ക് കളറാവൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്കൊരു ഫ്ലേവർ, ഇതിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതന്നെ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് മിക്സി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സിയോ ബീറ്ററോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഏലക്കായ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ സീഡ്സ് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർക്കാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ മിക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 1 കപ്പ് പാലും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളത് ഓവർ സോഫ്റ്റ്നെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബൈൻഡിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ മതി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിയിട്ട് അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 6 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് അതിലേക്ക് ഇടന്നിട്ട് അങ്ങ് സോക്കായിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങ വറുത്തെടുത്തതുണ്ടല്ലോ, അത് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാനുള്ള കേട്ടോ. അപ്പോൾ പകുതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 or 6 ഈത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ നട്ട്സൊന്നും ചേർക്കുന്നില്ല, ഈത്തപ്പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതുപോലെ ഒരു സോസ് പാനിലാണ് ഞാനിത് പോളയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ അത് അങ്ങനെയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ പാനൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഒരുപാട് ഒഴിക്കരുത്. നമ്മൾ ഇത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യായാലും വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് യൂസ് ചെയ്യാന്ന് ഒരുപാട് ഒഴിച്ച് കൊടുത്താൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഗ്രീസ് ആകാൻ വേണ്ടി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഈ ഒരു യെല്ലോ കളർ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനും, അതുപോലെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും കൂടെ എല്ലാ ഭാഗത്തും. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കുക. നമ്മൾ ഓരോ ഫ്ലെയിമിനനുസരിച്ചാണ് ചെറിയ തീയിലിട്ടിട്ട്. എനിക്കൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ബേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്